3 ടേബിൾ ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഐറ്റം ഫ്ലവർ വൈസ് ആണ്. ഫ്ലവർ വൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പ് കേക്കിൻ്റെ ഓരോ മോൾഡ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു, ഓരോ ലെയറും വെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലവർ വൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീമിൻ്റെ ഡപ്പയാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള ഡപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് മാസ്കിൻ ഡപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടാക്കാം. പിന്നെ അതേപോലെ കാണുന്ന പോലെ പൂവാക്കി കൊടുക്കാം. എന്നിട്ട് ടൂത്ത് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ടൂത്ത് സ്റ്റിക്ക് വെച്ചിട്ടാണ് അതിന് ഫ്ലവറിൻ്റെ കൊമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, തണ്ടുണ്ടാവില്ല അത്. പിന്നെ അതിന് ശേഷം അതൊക്കെ ഒന്ന് വിടർത്തി ഭംഗിയാക്കി കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാസ്കിൻ ഡാപ്പ് വെച്ചപ്പോൾ ഭംഗിയായി തോന്നിയില്ല എന്നുള്ളത്. പിന്നെ അതൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി പെയിൻറ്റൊക്കെ കൊടുത്തു. അപ്പോൾ പെയിൻറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഒന്നും കൂടി ഭംഗിയാക്കിയാലോ എന്ന് തോന്നിയിട്ട് ഓരോ ഡോട്ടൊക്കെ എടുത്ത് ഗോൾഡൻ കളറൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ? അതിന് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റിലേക്ക് കിടക്കാം കേട്ടോ. നെക്സ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടത്തോണ്ട് ഉപയോഗിച്ചിട്ടുള്ള മഷ്റൂമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്, ഗ്ലൂ ഗണ്ണ് വേണം, പിന്നെ മരത്തിൻ്റെ തണ്ട്, അത് നമ്മുടെ വളപ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അല്ലേ. പിന്നെ ഇതേപോലെ എന്ത് ചെയ്യുക, വീഡിയോയിൽ കാണാൻ മതി, നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളൊരു മഷ്റൂമിൻ്റെ ലുക്കൊക്കെ കിട്ടിയില്ലേ. പിന്നെ താഴത്ത് പുല്ലിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലിങ്ക് പറഞ്ഞുതരാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിഷ്ടമുള്ള ഓരോ കളറൊക്കെ കൊടുക്കാം. ഞാൻ ചുവപ്പ് കളറാണ് മഷ്റൂമിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എസ്തെറ്റിക് ആക്കണം എന്നൊക്കെയുണ്ടെങ്കിൽ വേറെ കളറൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ മഷ്റൂമിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഡപ്പത്തെ വൃത്തികേടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഡപ്പയിലും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരു ഗിവ് അവേ വരുന്നുണ്ട്. ഗിവ് അവേ ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഗിവ് അവേ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഗിവ് അവേ വിന്നറിനുള്ള ഗിഫ്റ്റ് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിൽ ഹോൾഡറാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കാർഡ്ബോർഡ് മാത്രമാണ് കേട്ടോ. പിന്നെ ഈ കാർഡ്ബോർഡിനെ ഈ കാണുന്ന രീതിയിലൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുപ്പി എടുത്തിട്ട് ചെയ്യാം, അതല്ല ഐസ്ക്രീം ബോട്ടിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലൗഡിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പെൻസിൽ ഹോൾഡർ തന്നെയായിരുന്നു. ഇത് ചെയ്ത ശേഷം വീട്ടിലത്തെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പൂച്ചൻ്റെ ഒക്കെ രൂപത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല രൂപത്തിൽ വേണമെങ്കിൽ ആ രൂപത്തിൽ വെട്ടിയെടുത്താൽ മതി. പിന്നെ അതിന് ശേഷം അതിന് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ പെൻസിലുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ചെവിയുടെ അവിടെയൊക്കെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗമ്മിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. പിശുക്ക് കാണിച്ച്